ശ്രീ പരമാത്മനേ നമഃ. ക്ഷേത്രജ്ഞ വിഭാഗയോഗം എന്ന 13-ാം അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകം. ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യമനഹങ്കാര ഏവച ജന്മമൃത്യുജരാവ്യാധി ദുഃഖദോഷാനുദർശനം. ഇന്ദ്രിയാർത്ഥേഷു, ഇന്ദ്രിയങ്ങൾക്ക് ആഗ്രഹം തോന്നുന്ന പദാർത്ഥങ്ങളിൽ വൈരാഗ്യം, രാഗമില്ലായ്മയും, അനഹങ്കാര ഏവച, അഹങ്കാരം ഇല്ലാതിരിക്കലും, അതായത് ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്ന രീതിയിൽ കർത്തൃത്വവും ഭോക്തൃത്വവും ഇല്ലാതിരിക്കലും, ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം, ജനനം മരണം ജീർണത രോഗം തുടങ്ങിയ ദുഃഖങ്ങളാകുന്ന ദോഷങ്ങൾ കൊണ്ട് നിറഞ്ഞവയാണ് ദേഹങ്ങൾ. അങ്ങനെയുള്ള ദേഹങ്ങളാണെന്ന് സദാ ഓർമ്മിക്കലും ജ്ഞാനത്തിന് വഴിതെളിയിക്കുന്ന ഉപായങ്ങളാണ്. ഇന്ദ്രിയങ്ങൾക്ക് ആഗ്രഹം തോന്നുന്ന പദാർത്ഥങ്ങളിൽ രാഗമില്ലായ്മയും, ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്ന രീതിയിൽ കർത്തൃത്വവും ഭോക്തൃത്വവും ഇല്ലാതിരിക്കലും, ജനനം മരണം ജീർണത രോഗം തുടങ്ങിയ ദുഃഖങ്ങളാകുന്ന ദോഷങ്ങൾ കൊണ്ട് നിറഞ്ഞവയാണ് ദേഹങ്ങളെന്ന് സദാ ഓർമ്മിക്കലും ജ്ഞാനത്തിന് വഴിതെളിയിക്കുന്ന ഉപായങ്ങളാണ്. ഇന്ദ്രിയ വിഷയങ്ങളിലുള്ള വൈരാഗ്യം, അതിനെയാണ് ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതല്ല ഈ വൈരാഗ്യം എന്ന് പറയുന്നത്. വിഷയങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ അവയിൽ ബന്ധിക്കപ്പെടാതെ മനസ്സിനെ നിസ്സംഗഭാവത്തിൽ നിർത്തലാണ് ശരിയായ വൈരാഗ്യം. വിഷയങ്ങളിൽ നിന്ന് ഓടിപ്പോയി അവയെക്കുറിച്ചുള്ള കാമസങ്കല്പങ്ങളിൽ മനസ്സ് മുഴുകുന്നത് ആപത്താണ്. അങ്ങനെ ചെയ്യുന്നവൻ മിഥ്യാചാരനാണെന്ന് ഭഗവാൻ നേരത്തെ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. അനഹങ്കാരഃ, അഹങ്കാരമില്ലായ്മ. ശരീരാധികരണങ്ങൾ പ്രവർത്തിക്കുമ്പോൾ താനാണ് പ്രവർത്തിക്കുന്നത് എന്ന അഭിമാനമാണ് അഹങ്കാരം. ഈ മിഥ്യാധാരണ നീക്കിയാലാണ് താൻ ആത്മാവാണെന്ന സത്യബോധം തെളിയുകയുള്ളൂ. ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം. ജനനം മരണം ജര വ്യാധി തുടങ്ങിയ ജീവിതാനുഭവങ്ങളൊക്കെയും ദുഃഖഭൂയിഷ്ടവും ദോഷദൂഷിതവുമാണ് എന്ന് കാണൽ. ആ കാണുന്നതിനെയാണ് ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം എന്ന് പറഞ്ഞിരിക്കുന്നത്. വൈരാഗ്യം, അനഹങ്കാരം, ദോഷദർശനം ഇവയെല്ലാം എന്താണെന്ന് നോക്കാം. ജ്ഞാനസാധനകളിൽ അത്യന്തം പ്രാധാന്യമുള്ളതാണ് വൈരാഗ്യം. മുൻപ് പറഞ്ഞിട്ടുള്ള പ്രാഥമിക സാധനകൾ അഭ്യസിച്ചു തുടങ്ങിയാൽ ക്രമേണ വൈരാഗ്യം അനുഭവപ്പെട്ടു തുടങ്ങും. ജഡവിഷയങ്ങളെ പിന്തുടർന്ന് കിട്ടാവുന്ന ഭൗതിക സുഖങ്ങളിൽ ആഗ്രഹമില്ലായ്മയാണ് വൈരാഗ്യം. ഓരോ ഇന്ദ്രിയവും അതാതിൻ്റെ വിഷയങ്ങൾ നേടി സുഖിക്കാൻ ആഗ്രഹിക്കും. ഇന്ദ്രിയ സുഖത്തിന് ആഗ്രഹിക്കുന്ന മനസ്സ് ഇന്ദ്രിയങ്ങളെ പിന്തുടർന്ന് പല കൈവഴികളിലായി പിരിഞ്ഞ് ദുഃഖത്തിൽ പതിക്കാൻ ഇടവരുന്നു. ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നകന്ന് അന്തർമുഖമായി ഏകാഗ്രപ്പെടുന്ന മനസ്സ് ആനന്ദസ്വരൂപമായ ആത്മാവിനെ കണ്ടെത്തുന്നു. ഇതാണ് നിയമം. സ്വാഭാവികമായ വിരക്തി വർദ്ധിക്കും തോറും ആത്മാനന്ദം കൂടി വരും. ഈ ലോകത്തും പരലോകത്തുമുള്ള എല്ലാ ലൗകിക സുഖങ്ങളിലും യാതൊരു താല്പര്യവും ഇല്ലാതായി തീരുന്നതാണ് വൈരാഗ്യത്തിൻ്റെ പരമകാഷ്ഠ. അവിടെ എത്തിയാൽ ആത്മാനുഭവം നിരന്തരവും ഗാഠവുമായി തീരും. വൈരാഗ്യം കുറേയെങ്കിലും വന്നയാൾക്ക് ഈ ജീവിതം പിന്നെ വെറുമൊരു അഭിനയം മാത്രം. ദേഹം കർമ്മം ചെയ്യുന്നുണ്ട്, പലതും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ വസ്തുബോധമുള്ള ഒരു വിരക്തൻ ഞാൻ ചെയ്യുന്നു എന്ന കർത്തൃഭാവം അംഗീകരിക്കുന്നില്ല. ഞാൻ അനുഭവിക്കുന്നു എന്ന ഭോക്തൃഭാവവും അംഗീകരിക്കുന്നില്ല. കർത്തൃത്വമോ ഭോക്തൃത്വമോ ആത്മാവിൽ ഇല്ല എന്ന് ഭാവന ചെയ്യുന്നു. ഇതാണ് അനഹങ്കാരാഭ്യാസം. വൈരാഗ്യവും അനഹങ്കാരവും അഭ്യസിക്കുമ്പോൾ അതിനെ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് വിഷയങ്ങളിലെ ദോഷദർശനം. സ്വന്തം ശരീരം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ജഡങ്ങളാണ്. ജനനദുഃഖം, മരണദുഃഖം, ജീർണതാദുഃഖം, രോഗദുഃഖം, ഈ ദോഷങ്ങൾ എല്ലാ ശരീരങ്ങളിലും സദാ ഒളിഞ്ഞും തെളിഞ്ഞുമിരിക്കുന്നു.
സുഖത്തിനിരിപ്പിടമെന്ന് കരുതുന്ന സ്വന്തം ശരീരത്തിലും മറ്റ് ശരീരങ്ങളിലും ഈ ദോഷങ്ങൾ നിരന്തരം അനുസന്ധാനം ചെയ്യുന്നയാൾക്ക് അചിരേണ അഹങ്കാരമില്ലായ്മയും വൈരാഗ്യവും ദൃഢപ്പെട്ടു കിട്ടും. ആത്മസുഖം വളരുകയും ചെയ്യും. ആത്മജ്ഞാനം ദൃഢപ്പെട്ടാൽ വൈരാഗ്യവും അനഹങ്കാരവും അഭ്യാസദശ വിട്ട് സ്വാഭാവികമായി തീരുകയും ചെയ്യും. 9-ാമത്തെ ശ്ലോകം. അസക്തിരനഭിഷങ്ക പുത്രദാരഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു. അസക്തി, ആസക്തിയില്ലായ്മ, അതായത് സ്വന്തം ദേഹം ഉൾപ്പെടെ ഒന്നിലും എൻ്റേതെന്ന ഭാവം ഇല്ലായ്മ. പുത്രദാരഗൃഹാദിഷു അനഭിഷങ്ക, സന്താനങ്ങൾ, ഭാര്യ, ഗൃഹധനാദി എന്നിവയിലാണ് തൻ്റെ സുഖദുഃഖങ്ങളും ജീവിത സാഫല്യവും സ്ഥിതി ചെയ്യുന്നത് എന്ന് കരുതാതിരിക്കുക. ഇഷ്ടാനിഷ്ടോപപത്തിഷു, ഇഷ്ടമോ അനിഷ്ടമോ എന്തു വന്നാലും നിത്യം സമചിത്തത്വം ച, സദാ സമചിത്തനായി തന്നെ വർത്തിക്കുക. ഇവയാണ് തുടർന്നുള്ള ജ്ഞാനനിഷ്ഠകൾ. വിഷയവസ്തുക്കളുടെ നേരെ മനസ്സിനുണ്ടാവുന്ന അമിതമായ പ്രതിപത്തിയാണ് ആസക്തി എന്ന് പറയുന്നത്. ആസക്തിയോടെ വിഷയങ്ങളിൽ വ്യാപരിക്കുന്ന മനസ്സ് വിക്ഷേപകലുഷിതമാകുന്നു. അഗ്നി സ്വയമേവ നമ്മെ പൊള്ളിക്കുന്നില്ല, അതിനെ തൊട്ടാൽ കൈപൊള്ളും. അതുപോലെ വിഷയങ്ങൾ സ്വയം ആപത്കാരികളല്ല, അവയോടുള്ള ആസക്തിയാണ് മനസ്സിനെ വിഷമിപ്പിക്കുന്നത്. ആസക്തി ഇല്ലാതായാൽ മനസ്സ് ശാന്തമാകും. പുത്രദാരഗൃഹാദിഷു അനഭിഷംഗ, പുത്രൻ, ഭാര്യ, ഗൃഹം തുടങ്ങിയവയിൽ അമിതമായ അഭിനിവേശമില്ലായ്മ. ആരുടെ നേരെ അമിതമായ സ്നേഹം വെച്ച് പുലർത്തുന്നുവോ ആ വ്യക്തിയുടെ സുഖദുഃഖങ്ങൾ തൻ്റേതായി അനുഭവപ്പെടും. അത് ബന്ധഹേതുവാണ്. ഇഷ്ടാനിഷ്ടോപപത്തിഷു നിത്യം സമചിത്തത്വം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇഷ്ടമായോ അനിഷ്ടമായോ എന്തു വന്നാലും ഒരിക്കലും മനസ്സിൻ്റെ സമനില തെറ്റാതിരിക്കൽ. ആസക്തിയും മമതാബന്ധവും നീക്കിയാൽ ഇഷ്ടപ്രാപ്തിയിലും അനിഷ്ടപ്രാപ്തിയിലും ഒരുപോലെ സമചിത്തത നിലനിർത്താൻ സാധകന് കഴിയും. ഇങ്ങനെ പ്രശാന്തമായ ചിത്തം ഒരു വമ്പിച്ച ശക്തി കേന്ദ്രമായി മാറും. വർദ്ധിച്ചു വരുന്ന ആ ആന്തരശക്തിയെ എങ്ങനെ വിനിയോഗിക്കണമെന്നാണ് ഇനി പറയുന്നത്. 10-ാമത്തെ ശ്ലോകം. മയി ചാനന്യയോഗേന ഭക്തിരവ്യഭിചാരിണി വിവിക്തദേശസേവിത്വമരതിർജന സംസതി. മയി, എന്നിൽ, അതായത് പരമാത്മാവായ എന്നിൽ അനന്യയോഗേന സർവത്ര എന്നെ തന്നെ കണ്ട്, അവ്യഭിചാരിണി മറ്റൊന്നിലും മോഹിച്ചു പോകാത്ത, ഭക്തി ച പരമപ്രേമവും, ഭക്തിക്ക് ഒരേ ഒരു അർത്ഥമേയുള്ളൂ, പരമപ്രേമം. വിവിക്തദേശസേവിത്വം, ഏകാന്ത സ്ഥാനങ്ങളിൽ കഴിഞ്ഞുകൂടാനുള്ള കൗതുകവും, ജനസംസതി അരതിഹി ജനക്കൂട്ടത്തിൽ കഴിയാൻ താൽപ്പര്യമില്ലായ്മയും തുടർന്ന് വികാസം പ്രാപിക്കുന്ന ജ്ഞാനസാധനകളാണ്. പരമാത്മാവായ എന്നിൽ സർവത്ര എന്നെ തന്നെ കണ്ട് മറ്റൊന്നിലും മോഹിച്ചു പോകാത്ത പരമപ്രേമവും, ഏകാന്ത സ്ഥാനങ്ങളിൽ കഴിഞ്ഞുകൂടാനുള്ള കൗതുകവും, ജനക്കൂട്ടത്തിൽ കഴിയാൻ താൽപ്പര്യമില്ലായ്മയും തുടർന്ന് വികാസം പ്രാപിക്കുന്ന ജ്ഞാനസാധനകളാണ്. സമചിത്തത ശക്തി പ്രാപിക്കും തോറും അസാധാരണമായ ചിത്തപ്രസാദവും ആത്മാനന്ദവും അനുഭവപ്പെടും. പ്രസന്നമായ ചിത്തം തൻ്റെ പിന്നിൽ നിത്യമുക്തമായ ആത്മാവുണ്ട് എന്നറിഞ്ഞ് അനുഭവിക്കുന്ന തൃപ്തിയാണ് ആത്മാനന്ദം. ദുഃഖത്തിൻ്റെ നിഴൽ പോലുമില്ലാത്ത ആത്മാനന്ദത്തിന് തുല്യമായ ഒന്നും ലോകത്തൊരിടത്തും കിട്ടാനില്ലെന്ന് അതോടെ ബോധ്യമാകുന്നു. ലോകത്തെല്ലാവരും തിരയുന്നത് ആനന്ദമാണ്. ഒരിക്കലും നഷ്ടപ്പെടാത്ത ആനന്ദം തരാൻ കരുത്തുള്ള ഒരു വസ്തു തനിക്ക് അതീവ പ്രാപ്യമായിട്ടുണ്ട് എന്നറിഞ്ഞാൽ അതിൽ പരമപ്രേമം തോന്നുക സ്വാഭാവികമാണ്. അപ്പോൾ തൻ്റെ എല്ലാ കർമ്മചലനങ്ങളും ആ വസ്തുവിനോട് കൂടുതൽ കൂടുതൽ അടുക്കാൻ ഉപകരിക്കേണ്ടതാണെന്നും തീരുമാനമാകും. ഇങ്ങനെ ആത്മാവിൽ പരമപ്രേമം അർപ്പിക്കുകയും കർമ്മചലനങ്ങളെല്ലാം ആത്മാരാധനമാക്കി മാറ്റുകയും ചെയ്യുന്നതാണ് അവ്യഭിചാരിണിയായ ഭക്തി. മറ്റൊന്നിലും മോഹിച്ചു പോകാത്ത ഭക്തി, അതിനെയാണ് അവ്യഭിചാരിണിയായ ഭക്തി എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് അനന്യയോഗം ഉണ്ടെങ്കിലേ പറ്റൂ. അന്യമായ ഒന്നിനോട് മനസ്സിന് ചേർച്ചയില്ലാതാവുകയാണ് അനന്യയോഗം. എങ്ങോട്ട് നോക്കിയാലും കാണുന്നതൊക്കെ ഈശ്വര സ്വരൂപമാണ് എന്ന് ഉറപ്പിക്കലാണ്
അനന്യയോഗം. അനന്യയോഗത്തിലൂടെ അവ്യഭിചാരിണിയായ ഭക്തി വന്നു കഴിഞ്ഞാൽ നിരന്തരമായ ആത്മാനന്ദം അനുഭവപ്പെടും. തുടർന്ന് സദാ ഏകാന്തതയിൽ കഴിഞ്ഞാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കും. ജനക്കൂട്ടത്തിൽ താല്പര്യമില്ലാതാകും. പലരുമായി ഒരുമിച്ചാൽ പലതിനെക്കുറിച്ചാകും സംഭാഷണം. അത് മനസ്സിൻ്റെ വിക്ഷേപത്തിന് കാരണമാകും. 2 പേർ ഒരുമിച്ചാൽ ഒരു ഗ്രാമമാകും, 2-ലധികം പേരായാൽ ഒരു പട്ടണമായി മാറും എന്നാണ് ആപ്ത സിദ്ധാന്തം. അതുകൊണ്ട് കഴിവുള്ളിടത്തോളം സത്യനിഷ്ഠന്മാർ ജനക്കൂട്ടത്തിൽ പെടാതെ ഏകാന്തമായി കഴിയാൻ ആഗ്രഹിക്കുന്നു. ജനക്കൂട്ടത്തിൽ പെട്ടാൽ തന്നെ മനസ്സിനെ ആത്മനിഷ്ഠമാക്കി ആന്തരികമായ ഏകാന്തത അനുഭവിക്കുന്നു. ഒരു സാധകൻ അവ്യഭിചാരിണിയായ ഭക്തിയും ഏകാന്തതയും പ്രയത്നപൂർവം നിരന്തരം അഭ്യസിക്കേണ്ടതാണ്. 11ാമത്തെ ശ്ലോകം. അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥ ദർശനം ഏതജ്ഞാനമിതി പ്രോക്തമജ്ഞാനം യതതോന്യഥ. അധ്യാത്മജ്ഞാന നിത്യത്വം, അധ്യാത്മജ്ഞാനത്തിനനുസരിച്ച് തന്നെ സദാജീവിതം നയിക്കാനുള്ള തൽപരത. ഞാൻ ആത്മാവാണ്, ശരീരമല്ല എന്ന ആത്മാനുഭവം സദാ ഉണ്ടായിരിക്കുക. അതാണ് അധ്യാത്മജ്ഞാന നിത്യത്വം എന്ന് പറഞ്ഞിരിക്കുന്നത്. തത്വജ്ഞാനാർത്ഥ ദർശനം, തത്വജ്ഞാനത്തിൻ്റെ പ്രയോജനം കണ്ടറിയൽ. അതായത് തൻ്റെ സ്വരൂപമായ ബ്രഹ്മതത്വം തന്നെയാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നത് എന്നിങ്ങനെ തത്വബോധത്തോടു കൂടിയുള്ള വസ്തുദർശനം. അതാണ് തത്വജ്ഞാനാർത്ഥ ദർശനം എന്ന് പറയുന്നത്. ഏതജ്ഞാനം ഇതി പ്രോക്തം, ഈ സാത്വിക ഗുണങ്ങളെയെല്ലാം ചേർത്ത് ജ്ഞാനമെന്ന് പറയുന്നു. ഞാൻ ആത്മാവാണ്, ശരീരമല്ല എന്ന ആത്മാനുഭവം സദാ ഉണ്ടായിരിക്കുക. തൻ്റെ സ്വരൂപമായ ബ്രഹ്മതത്വം തന്നെയാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നത് എന്നിങ്ങനെ തത്വബോധത്തോടു കൂടിയുള്ള വസ്തുദർശനം. ഇതൊക്കെയാണ് ബ്രഹ്മനിഷ്ഠയ്ക്കുള്ള ഉപായങ്ങളായി പറയപ്പെട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് വിപരീതമായി എന്തൊക്കെയുണ്ടോ അതൊക്കെ സത്യത്തെ മൂടിക്കളയുന്ന അജ്ഞാനമായി പറയപ്പെടുന്നു. ആത്മസാക്ഷാത്കാരം, തുടർന്നുള്ള ബ്രഹ്മസാക്ഷാത്കാരം, ഇതാണല്ലോ സത്യാനുഭവത്തിൻ്റെ ക്രമം. സത്യാനുഭവത്തിൻ്റെ ഒരു ക്രമം എന്ന് പറയുന്നത് ഇതാണ്. ആദ്യം ആത്മസാക്ഷാത്കാരം, പിന്നെ ബ്രഹ്മസാക്ഷാത്കാരം. ഞാൻ ദേഹമല്ല, നിത്യമുക്തനായ ആത്മാവാണ് എന്നനുഭവിക്കുന്നതാണ് ആത്മസാക്ഷാത്കാരം. ഇതാണ് അധ്യാത്മജ്ഞാനം. അധ്യാത്മജ്ഞാനം നിരന്തരമായി തീരുന്നതോടെ തൻ്റെ ആത്മാവായി വിളങ്ങുന്ന ബ്രഹ്മവസ്തു തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാമായി കാണപ്പെടുന്നത് എന്നനുഭവിക്കുന്നതാണ് ബ്രഹ്മസാക്ഷാത്കാരം. ഇതാണ് തത്വജ്ഞാനാർത്ഥ ദർശനം. ഇത് തന്നെയാണ് മോക്ഷം അഥവാ അദ്വൈതാനുഭവം. ഈ അദ്വൈതാനുഭവം ഉൾപ്പെടെ മുൻപ് പറഞ്ഞ കാര്യങ്ങളെയെല്ലാം ജ്ഞാനമെന്നാണ് പറയുന്നത്. ജ്ഞാനമെന്നാണ് ഇത് അറിയപ്പെടുന്നത്. സാധകന്റെ അഭ്യാസദശയിൽ ഇവയെല്ലാം ജ്ഞാനോപായങ്ങളാണ്. ഔഷധം ആരോഗ്യമാണ് എന്ന് പറയുന്നത് പോലെ ജ്ഞാനോപായങ്ങളായി വർത്തിക്കുമ്പോഴും അവയെ ജ്ഞാനം എന്ന് തന്നെ പറയാവുന്നതാണ്. പൂർണ്ണ ബ്രഹ്മാനുഭൂതിയിൽ സ്വഭാവങ്ങളായി തീരുന്നത് കൊണ്ട് ഇവയെല്ലാം ജ്ഞാനത്തിൻ്റെ തന്നെ അഭിന്നാംശങ്ങളായി വർത്തിക്കുന്നു. ഇവയ്ക്ക് നേരെ വിപരീതങ്ങളായ കാര്യങ്ങളാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ജാതിമതാദി കാര്യങ്ങളിൽ അഭിമാനം കൊള്ളുക, സ്വന്തം കഴിവിൽ ഗർവിക്കുക, പരദ്രോഹം ചെയ്യുക, അക്ഷമ കാണിക്കുക, ക്ഷമയില്ലായ്മ ഉണ്ടാവുക, വക്രത പാലിക്കുക, ഗുരുവിനെ അവിശ്വസിക്കുക, ചിത്തശുദ്ധിയില്ലാതിരിക്കുക, ലക്ഷ്യം എന്താണ് എന്നറിയാതിരിക്കുക, മനോനിയന്ത്രണമില്ലാതിരിക്കുക, ഇവയൊക്കെയാണ് അജ്ഞാനമാകുന്ന അന്ധകാരത്തിലേക്ക് പതിക്കാനുള്ള ആദ്യത്തെ പടികൾ. ഇത്രയുമായാൽ പിന്നെ ഭൗതിക വസ്തുക്കൾ മാത്രമാണ് സത്യമെന്ന് കരുതി അവയുടെ പിന്നാലെ അലഞ്ഞു തിരിയാനും കർമ്മബദ്ധനായി അഹങ്കരിക്കാനും ഇടവരും. ജനന മരണ ജരാവ്യാധികളിൽപ്പെട്ട് ഉഴലേണ്ടതായി വരും. പുത്രധാരഗൃഹധനാദിയിൽ അതിയായി സംഘപ്പെട്ട് മനസ്സ് സദാ ക്ഷോഭിച്ചുകൊണ്ടിരിക്കും. ഭഗവാനെ മുഴുവനായും മറക്കും. സദാ മറ്റുള്ളവരുമായി പരദോഷ ചർച്ചയിൽ സമയം കഴിക്കും. ഞാൻ ദേഹമാണെന്ന ഭ്രമം വർദ്ധിക്കും. തത്വം പാടെ അപ്രത്യക്ഷമാവുകയും ചെയ്യും. അങ്ങനെ ഇരുട്ടിലേക്കുള്ള പതനം പൂർണ്ണമാകും. ഇതാണ് അജ്ഞാനം എന്ന് പറയുന്നത്.